ഹലോ, നമസ്കാരം. ഇന്നൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മളെ കേരളത്തിലെ ഉത്തരേന്ത്യൻ നാടോടി ആൾക്കാർ ഇവിടെ വന്ന് തെരുവ് കച്ചവടം നടത്താറുണ്ടല്ലേ. അങ്ങനെ ക്രിസ്മസിനോടനുബന്ധിച്ച് അവർ ക്രിസ്മസ് അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പൻ്റെ തൊപ്പി വിൽക്കുന്ന കച്ചവടമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ കച്ചവടം അവർ നടത്തുന്നുണ്ട് തെരുവിൽ. കൂടെ അവരെ കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങളുടെ കൈമിൽ. ആ കുഞ്ഞുങ്ങളെ അവർ കുളിപ്പിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. പാപം, വിധി. അവർക്ക് കുപ്പിവെള്ളത്തിൽ ആ കുട്ടീനെ നനച്ച് ഒപ്പുന്നു. അപ്പോൾ അത് കുസൃതി കളിക്കുന്നു, കരയുന്നു, അപ്പോൾ അടിക്കുന്നു. അപ്പോൾ അതിനുശേഷം കുളിപ്പിച്ച് അതിനെ തോർത്തുന്നു. അതിനുശേഷം ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കർമ്മഫലമാണ് വിധി. നമ്മളും അതുപോലെ തന്നെ കുട്ടികളായതാണ്. പല കുസൃതികളും കഴിച്ചാണ് നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ മഹാഭാഗ്യമായിട്ട് കാണുന്നു. ആ കുട്ടിക്ക് അവർക്ക് കിട്ടിയത് കർമ്മഫലം, അതിനനുസരിച്ച് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ നമ്മൾ കുട്ടികൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പബ്ലിക്കായിട്ട് അവർ തൊഴിൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്കും ചെറിയ കൈക്കുഞ്ഞുങ്ങൾക്കല്ല അതിന് പറ്റിയ ഭക്ഷണങ്ങൾ മേടിച്ച് കൊടുക്കാനൊരു മനസ്സ് ഉണ്ടാകണം എല്ലാവർക്കും. അത് ഈ പൊരിവെയിലത്ത് അല്ലേ, മനുഷ്യരല്ലേ, ആ കൊച്ചു കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട്. എനിക്ക് ഇതേപോലെ കണ്ടിട്ടാകുമ്പം മേടിച്ച് കൊടുക്കാണ്ട് അവരുടെ മുഖത്തുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അത് മതി നമുക്കെല്ലാം. അപ്പം എല്ലാവരും ഇതുപോലെയുള്ള ഒരു മനസ്സ് കാണിക്കണം. തെരുവിലെല്ലാം കച്ചവടം നടത്തുന്ന നാടോടി അവർക്കെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക. പാവങ്ങൾ, നമുക്ക് കിട്ടിയ എത്രയോ ഭാഗ്യമാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം അല്ലേ. അവരുടെ കർമ്മഫലമാണ്. എന്നിരുന്നാലും നമ്മൾ മനുഷ്യത്വം കാണിക്കണം. ആ കുഞ്ഞു മുഖം അല്ലേ, കുസൃതി കളിച്ച് സ്കൂളിൽ പഠിക്കേണ്ട പ്രായമാണ്. പക്ഷേ അതിൻ്റെ എല്ലാം വിധി. അപ്പോൾ അതിന് ആഹാരമെങ്കിലും നമ്മളെ കൈകൊണ്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. എപ്പോഴെങ്കിലും പോകുന്ന വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കച്ചവടം. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖവും താടിയും ഈ തൊപ്പിയെല്ലാം ഉണ്ട് അവരുടെ കൈവശം. അപ്പം നല്ല തൊപ്പികളാണ്. അവർ കാഴ്ചക്ക് ആയിട്ട് കെട്ടിവെച്ചത് അത് കൊടുക്കത്തില്ല. ബാഗിൽ നിന്ന് കവർന്ന് വേറെ പുതിയത് കൊടുക്കും. അപ്പോൾ അവരെല്ലാം പ്രൊമോട്ട് ചെയ്യണം. പാവങ്ങൾ, അവർ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഈ കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് നാട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ ഒന്നും പണം കൊടുക്കുന്നില്ലെങ്കിലും സാധനം മേടിച്ചിട്ട് അവരെങ്കിലും സഹായിക്കുമെങ്കിലും ചെയ്യണം എന്നാണ് അഭിപ്രായം. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.